ഇന്ന് നമുക്ക് ബോവാസ് എന്ന വീണ്ടെടുപ്പുകാരനെ ക്രിസ്തുവിന്റെ മുൻകുറിയും നിഴലുമായി എങ്ങനെ താരതമ്യം ചെയ്യാം എന്ന് നോക്കാം. ബൈബിളിലെ രൂത്തിന്റെ പുസ്തകത്തിൽ ബോവാസ് ഒരു വീണ്ടെടുപ്പുകാരൻ എന്ന നിലയിൽ അന്നത്തെ പ്രാദേശിക നിയമം അനുസരിച്ച് കുടുംബത്തെ രക്ഷിക്കുന്നവനായി പ്രത്യക്ഷപ്പെടുന്നു. അദ്ദേഹത്തിന്റെ ജീവിതം യേശു ക്രിസ്തുവിന്റെ വീണ്ടെടുപ്പ് നിഴലായി കണക്കാക്കപ്പെടുന്നു. ബോവാസ് രൂത്തിന്റെ ഭർത്താവിന്റെ ബന്ധുവായതിനാൽ അവളെ വീണ്ടെടുക്കുവാൻ അർഹനായി തീരുന്നു. യേശു മനുഷ്യനായി ജനിച്ചു, നമ്മുടെ സഹോദരനായി മാറി, അതുവഴി നമ്മെ വീണ്ടെടുക്കുവാൻ യോഗ്യനായി. അപ്പം രക്തബന്ധമുള്ള ഒരു വീണ്ടെടുപ്പുകാരനാണ് ബോവാസ്. രൂത്തിന്റെ ഭർത്താവിന്റെ ബന്ധുവായതിനാൽ അവളെ വീണ്ടെടുക്കുവാൻ അർഹനായി തീരുന്നു. എബ്രായ ലേഖനത്തിൽ പറയുന്നത് പോലെ യേശു മനുഷ്യനായി ജനിച്ചു, നമ്മുടെ സഹോദരനായി മാറി, അതുവഴി നമ്മെ വീണ്ടെടുക്കുവാൻ യോഗ്യനായി. ഇനി അടുത്തതായി, ആരും നിർബന്ധിക്കാതെ തന്നെ ബോവാസ് സ്നേഹത്തോടെ തൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയാണ്. എന്നാൽ യേശു തൻ്റെ ജീവൻ സ്വമേധയാ സമർപ്പിച്ചു. അപ്പോൾ സന്നദ്ധനായ വീണ്ടെടുപ്പുകാരനെയാണ് ഇവിടെ കാണുന്നത്. ബോവാസ് ആരും നിർബന്ധിക്കാതെ സ്നേഹത്തോടെ തൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. യേശു തൻ്റെ ജീവൻ സ്വമേധയാ അർപ്പിച്ചു. ഇനി ബോവാസ് നവോമിയുടെ കുടുംബത്തിൽ പെട്ട ഒരാളായിരുന്നതിനാൽ അവൻ വീണ്ടെടുപ്പുകാരനാകാൻ അർഹനായിരുന്നു. ബോവാസ് ഒരു വില കൊടുത്താണ് രൂത്തിനെയും അവൾക്കുള്ളതെല്ലാം വീണ്ടെടുത്തത്. ക്രിസ്തു മനുഷ്യനായി ജനിച്ചു, നമ്മുടെ സഹോദരനായി മാറി, അതുകൊണ്ടാണ് അവൻ നമ്മുടെ പാപങ്ങൾക്ക് മോചനം നൽകുവാൻ അർഹനാകുന്നത്. ഇനി ബോവാസ് രൂത്തിനെ വിവാഹം കഴിച്ചപ്പോൾ അവളെ സത്യമായ ഒരു കുടുംബത്തിലേക്കാണ് കൊണ്ടുവന്നത്. അവളുടെ സംരക്ഷണം, അഭിമാനം എല്ലാം ഇവിടെ പുനഃസ്ഥാപിക്കുകയാണ്. ക്രിസ്തുവിന്റെ ആശീർവാദം നമ്മെ ദൈവത്തിന്റെ കുടുംബത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. നമ്മൾ ദൈവത്തിന്റെ മക്കളാകുന്നു എന്ന് റോമാലേഖനം 8-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. സഭ ക്രിസ്തുവിന്റെ മണവാട്ടിയാണ്. സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്നു. ക്രിസ്തു ശരീരത്തിന്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു എന്ന് നാം എഫെസ്യർ 5-ാം അധ്യായം 24-ാം വാക്യത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ നമ്മെ കുടുംബത്തിലേക്ക് ചേർക്കുന്നു. ബോവാസ് സ്വമേധയാ വീണ്ടെടുപ്പിന് തയ്യാറാകുന്നു എന്ന് നാം കണ്ടു. അത് ഒരു ബാധ്യതയായി അവൻ കാണാതെ ബോവാസ് തൻ്റെ ഒരു വില്ലിംഗ് ഹാർട്ട് കൊണ്ട് രൂത്തിന്റെ വീണ്ടെടുപ്പ് ഏറ്റെടുത്തിരുന്നു. ക്രിസ്തു തൻ്റെ ജീവനായി സ്വമേധ ത്യാഗം അർപ്പിച്ചു. പ്രേരണയായിട്ടല്ല, അതൊരു സമർപ്പണമാണ്. ബോവാസ് രൂത്ത് ദമ്പതികളുടെ പൈതൃകം ദാവീദ് രാജാവിലേക്കും പിന്നീട് ക്രിസ്തുവിലേക്കും നയിക്കുന്നു. ക്രിസ്തു ദാവീദ് വംശത്തിൽ ജനിച്ചു. ഇത് മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിലാണ് നാം കാണുന്നത്. ഇനി ബോവാസ് ഒരു നിയമാനുസൃത വീണ്ടെടുപ്പുകാരനായി തൻ്റെ കാരുണ്യവും നീതിയും കൊണ്ട് രൂത്തിനെ വീണ്ടെടുത്തതുപോലെ യേശു ക്രിസ്തു പാപത്തിൽ നിന്നും നമ്മെ വീണ്ടെടുക്കുന്നു. അതുകൊണ്ട് ബോവാസ് ക്രിസ്തുവിൻ്റെ ഒരു മുൻകുറിയും നിഴലുമാണ്. താങ്ക് യു.